ഹായ് ഹലോ നമസ്കാരം, ഞാൻ ബിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് LGS വേരിയസ് ഫേസ് 3 മൂന്നാം ഘട്ടം LGS പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിലേക്ക് എത്താനുള്ള എളുപ്പമാർഗങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിവിടെ മാത്സിന്റെയും മെന്റൽ എബിലിറ്റിയുടെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പടപടേന്ന് നമുക്കന്ന് നോക്കിപ്പോവാം കേട്ടോ. അത്ര ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. ചില ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ സമയം കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അല്ലാതെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന അങ്ങനത്തെ ചോദ്യങ്ങൾ കുറവായിരുന്നു. പിന്നെ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ നേരെ പോവാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: 1, 8, 27, 64, 125 ഡാഷ്. ഇതറിയാത്ത ഒരു മനുഷ്യരും ഇല്ലല്ലോ. 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ് അല്ലെ. അപ്പൊ ക്യൂബ് നമ്പേഴ്സിന്റെ ഒരു സീരീസ് ആണ് ഇവിടെ തന്നിരുന്നത്. അപ്പൊ തൊട്ടടുത്ത് വരേണ്ടത് 6ന്റെ ക്യൂബ് ആണ്. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ് കഴിഞ്ഞാൽ 6 ക്യൂബ് വരണം അല്ലെ. 6നെ 3 തവണ എഴുതി ഗുണിക്കുക, അല്ലെങ്കിൽ 6ന്റെ ക്യൂബ് എഴുതുക. 6ന്റെ ക്യൂബ് ആരാണ്? 216 ആണ്. ഇതറിയാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. സോ നമ്മുടെ ആൻസർ 216 ഉറപ്പിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിന്റെ ആൻസർ അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, വിട്ടുപോയത് കണ്ടുപിടിക്കുക. ഈ സീരീസിൽ ഒരു സംഖ്യ കാണാനില്ല കണ്ടോ. അപ്പൊ നമ്പർ സീരീസ് എന്ന് തന്നെ തുടർച്ചയായിട്ടുള്ള 2 ചോദ്യങ്ങൾ വന്നിരിക്കുന്നു കണ്ടോ. 9ൽ നിന്ന് 11ലേക്ക് പോവാണ്. അപ്പൊ 9, 11 എന്താണ് അവിടുത്തെ വ്യത്യാസം? ഒരു 2 കൂടിയിട്ടുണ്ട് അല്ലെ. 11 15ലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര കൂടിയിട്ടുണ്ട്? 4 കൂടിയിട്ടുണ്ട്. ശരിയല്ലേ. ഇവിടെ നോക്കുമ്പോ 29 39ലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്ര കൂടി? 10 കൂടി കണ്ടോ. അപ്പൊ 2, 4 അവിടെ ഒരു 10. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വരേണ്ടത് ആര്? അടുത്ത ആര് വരണം? ഇവിടെ ഒരു 6 വരണം. ഇവിടെ നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ ഒരു 8 വരണം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ ഓക്കെ അല്ലെ. അപ്പൊ 6 നമുക്ക് കൂട്ടി നോക്കാം. ആരോട്? 15നോട് 6 കൂട്ടുക. 15 + 6, 15നോട് 6 കൂട്ടിയപ്പോ 21 കിട്ടിയോ? അപ്പൊ അവിടെ ഫില്ല് ചെയ്യേണ്ട നമ്പർ 21 ആണ് അല്ലെ. അപ്പൊ അത് 21 ഉറപ്പാണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 21ോടൊപ്പം ആരും കൂടി കൂട്ടുക? 8ഉം കൂടെ കൂട്ടി നോക്കുക. 21 8ഉം 29 വരുന്നുണ്ടോ? വന്നല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയില്ലേ? ആണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യേണ്ട നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ 21 ഉറപ്പിച്ചു. നല്ല ചോദ്യങ്ങളാണ്. 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അടുത്ത ആൻസർ 21. അടുത്തൊരു ചോദ്യം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. നമ്മുടെ എല്ലാ പരീക്ഷകളിലും അല്ലെ ആദ്യത്തെ 2 ഫേസിലും കോഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ഫേസിലും കോഡിംഗ് നമ്മൾ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഐ എന്ന വേർഡ് അല്ലെ, ഐയുടെ കോഡ് തന്നിരിക്കുന്നത് 828 എന്നാണ്. അതുപോലെ ARM അല്ലെ, ARM ഒക്കെ കാണുമ്പോൾ പുതിയ സിനിമ പോലെ തോന്നുന്നല്ലേ. അതെ, ഈ ARMന്റെ കോഡ് തന്നിരിക്കുന്നത് 639 എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ കൃത്യമായിട്ട് നോക്കുക. ഈ 2 വേർഡിൽ നിന്ന് വേണം അടുത്ത വേർഡിലേക്ക് നമ്മൾ പോവാൻ. ഇയർ അല്ലെ. അപ്പൊ ഇയറിന്റെ കോഡ് നമുക്ക് എങ്ങനെ എടുക്കാം? EAR. അപ്പൊ ഈ AR നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാ? ARMൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ARന്റെ കോഡ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എഴുതാം 63. 6ഉം 3ഉം അല്ലെ. അപ്പൊ ഈ 63 അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതാരാ? 863. അപ്പൊ ഈയുടെ കോഡ് നമുക്ക് വേണമെങ്കിൽ ഐയിൽ നിന്ന് എഴുതാമല്ലോ. ഐയില് ഇക്ക് പകരം 2 8 വന്നുണ്ടോ. അപ്പൊ ഇക്ക് പകരം 8 കൊടുത്താൽ മതി. സോ നമ്മുടെ ആൻസർ 863. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ആ 2 വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഇയറിന്റെ കോഡ് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. അടുത്തത്, ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ബിയിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തന്നെ തിരിഞ്ഞു 6 കിലോമീറ്റർ സഞ്ചരിച്ചു. എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? ഡിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡി ആണേ. അവിടെ ID എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡി ആണ് വായിക്കേണ്ടത് കേട്ടോ. ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ അതിന് അത്യാവശ്യം നമുക്കൊന്ന് ഡയറക്ഷൻ അറിയണം. അപ്പൊ ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്യും? മുകളിൽ എപ്പോഴും നോർത്ത് ആയിരിക്കും, താഴെ വരുന്നത് സൗത്ത് ആയിരിക്കും, നമ്മുടെ വലത് ഭാഗത്ത് ഈസ്റ്റ് ആയിരിക്കും, നമ്മുടെ ഇടത് ഭാഗത്ത് വെസ്റ്റ്. 4 ദിക്കുകൾ നമ്മൾ അങ്ങ് മാർക്ക് ചെയ്തു. ബാബു എന്ത് ചെയ്തു എന്നാണ്? ഒരു യാത്ര പുറപ്പെട്ടു 6 കിലോമീറ്റർ കിഴക്കോട്ട്. അപ്പൊ ഈസ്റ്റിലേക്ക് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. 6 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ആണല്ലോ. ആണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്തു? ബിയിൽ എത്തിച്ചേർന്നു. എയിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി? ബിയിൽ എത്തിച്ചേർന്നു അല്ലെ. അപ്പൊ എയും ബിയും വേണമെങ്കിൽ എഴുതിയാൽ മതി, അത്യാവശ്യമൊന്നുമില്ല. അപ്പൊ എയും ബി എഴുതി. ബിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എവിടെ എത്തിയിട്ടുണ്ട്? 3 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് സിയിൽ എത്തിച്ചേർന്നു അല്ലെ.
സിയിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് തിരിഞ്ഞു? ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ സിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര ചെയ്തു? 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ എത്തിച്ചേർന്ന അടുത്തൊരു പോയിന്റ് ആണല്ലോ ഡി. അപ്പൊ എയും ഡിയും തമ്മിലുള്ള അകലമാണ് ചോദ്യം. ഭയങ്കര സിമ്പിൾ അല്ലേ? ദാ ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ദാ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 അല്ലേ? അല്ലെ? അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്ന് ചോദിച്ചാൽ 3 കിലോമീറ്റർ എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ശരിയല്ലേ? ഇത് വരയ്ക്കാതെ നമുക്ക് ചെയ്യാം. എങ്ങനെ എഴുതാം? ആദ്യം എങ്ങോട്ട് പോയി എന്ന് നോക്കുക. ഈസ്റ്റിലേക്ക്, കിഴക്കോട്ട് പോയിട്ടുണ്ട്. എത്ര ദൂരം? 6 കിലോമീറ്റർ. അവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു? ഇടത്തോട്ട്. അപ്പൊ ഈസ്റ്റിന്റെ ഇടത് ആരാണ്? ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഇടത് ഭാഗത്ത് ആരാ? നോർത്ത് ആണ് അല്ലെ? അപ്പൊ നോർത്തിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു? 3. അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ നോർത്തിന്റെ ഇടത് എന്ന് വെച്ചാൽ എങ്ങോട്ടാ? വെസ്റ്റിലേക്കാണ്. എത്ര ദൂരം? 6. എന്നിട്ടാണ് ഡിയിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഇവിടുത്തെ അകലം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈസ്റ്റിലേക്ക് 6, വെസ്റ്റിലേക്ക് 6. ഇവർ രണ്ടുപേരും എതിർ ദിശയല്ലേ? ഈസ്റ്റിന്റെ 6ഉം വെസ്റ്റിന്റെ 6ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ? ഇനി ഉള്ളത് ആരേ ഉള്ളൂ? നോർത്തിന്റെ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര അകലത്തിലാണ് എന്ന് വെച്ചാൽ 3 കിലോമീറ്റർ അകലത്തിലാണ്. ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ നോർത്തിലേക്കാണ്. അല്ലെങ്കിൽ നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഏത് ദിക്കിലാണ്? നോർത്തിൽ, വടക്കാണ് എന്ന് നമുക്ക് പറയാം അല്ലെ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം. ഒരു വരിയിൽ 5ന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളായിട്ടും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളായിട്ടുമാണ് അല്ലെ? എന്നാൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? വരിയും നിരയും അല്ലെങ്കിൽ സ്ഥാന നിർണയം. മുന്നിൽ നിന്ന് 11ാമത്, പിന്നിൽ നിന്ന് 7. ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? m+n. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, ഒന്ന് കുറയ്ക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും റിവിഷൻ ക്വസ്റ്റ്യൻസിലും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ 11 7 കൂടെ കൂട്ടുക, എത്ര കിട്ടി? 18. 18ൽ നിന്ന് 1 കുറയ്ക്കണം, മറക്കരുത്. ഈ 1 കുറച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റാ കേട്ടോ. അപ്പൊ വരിയിൽ എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യത്തിന് 17 എന്ന് ഉത്തരം പറയാം. 17. തെറ്റുവോ? ഇല്ല. നല്ല ചോദ്യമാണേ. ഓക്കെ. അടുത്തൊരു ചോദ്യം. 2.02 ഡിവൈഡഡ് ബൈ 202 അല്ലെ? 2.02നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 202 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, താഴെ മുകളിലും ഉള്ളത് ആരാണ്? 202 തന്നെയാണ്. ദശാംശം മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഈ 202 202 തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഉത്തരം 1 കിട്ടും. പക്ഷെ ഈ 2 ദശാംശ സ്ഥാനം അവിടെ അതുപോലെ വരും അല്ലെ? അതുകൊണ്ട് തന്നെ ഉത്തരം 0.01 എന്നാണ് കിട്ടേണ്ടത് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ദശാംശം മാറ്റി ചെയ്യാം. അതായത് താഴെയും മുകളിലും എന്ത് ചെയ്യുക? ഇവിടെ ഒരു 100 ഗുണിക്കുക, ഇവിടെ ഒരു 100 ഗുണിക്കുക. ശരിയല്ലേ? അപ്പൊ 100 ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിൽ 202 എന്ന് കിട്ടും, താഴെ 202 തന്നെ ഉണ്ട്, ഒപ്പം ഒരു 100ഉം കൂടെ ഉണ്ട്. ശരിയല്ലേ? 202 202 ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ 1/100 എന്നാണ്. അപ്പൊ ഈ 1/100 എന്ന് വെച്ചാൽ 0.01 അല്ലേടാ? മതിയല്ലോ. അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഡിവിഷന്റെ റൂൾ അനുസരിച്ച് 2 സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ സംഖ്യകളെ നമ്മൾ ഡിവൈഡ് ചെയ്തു 1 എന്ന് എഴുതി. ദശാംശം എവിടെയാണ് കൂടുതൽ എന്ന് നോക്കുക. എവിടെയാ കൂടുതൽ? മുകളിലാണ്. എത്ര സ്ഥാനം? 2 സ്ഥാനം. ആ 2 സ്ഥാനം അവിടെ വരണം. അപ്പൊ ആൻസർ 0.01. പക്ഷേ ഓപ്ഷനകത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ 0.01 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. കണ്ടോ? പക്ഷെ 0.010 ഉണ്ട്. ഈ അവസാനത്തെ 0 നമ്മൾ കൂട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഇതാണ് അല്ലെ? അപ്പൊ 0.01 കണ്ടുപിടിച്ചാൽ പോലും ഓപ്ഷനിൽ നിന്ന് ഈ 0.01നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരാളിന് തെറ്റിപ്പോകും അല്ലെ? പലരും എന്ത് ചെയ്യാറുണ്ട്? 0.01 അവിടെ ഇല്ലാത്തത് കൊണ്ട് ഡി എന്ന ഓപ്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എടുക്കല്ലേ മക്കളെ? ഇല്ല. നമുക്ക് 2 ദശാംശ സ്ഥാനേ പാടുള്ളൂ. ഈ സംഖ്യയിലെ അവസാനത്തെ 0 വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇതാണ്. ആ 0 അങ്ങ് മാറ്റിയിട്ട് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. x/y = 4:3. y/z = 6:5. ആയാൽ x/z എത്ര അല്ലെ? അപ്പൊ ഈ x/z കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. എന്താ അത്? x/y-യെ y/z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അങ്ങനെയാണോ? അല്ല. y/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. x/y-യെ y/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്താണ് നമ്മുടെ ആൻസർ? x/z അല്ലേ? ആണ്. ഈ ഒരു രീതി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതായത് ഇവിടെ x/y എന്ന് വെച്ചാൽ ആരാ? 4:3 ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 4/3 എന്ന് എഴുതാം. ഇൻറ്റു അടുത്ത്
y/z എന്ന് വെച്ചാൽ ആരാണ്? 6:5 ആണ്. ഇതിനെങ്ങനെ എഴുതാ? 6/5 എന്ന് എഴുതുക അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഗുണിച്ചാൽ മതി. വെട്ടിക്കളയണമെങ്കിൽ വെട്ടിക്കളയാം. എങ്ങനെ വെട്ടാം? ഈ 3ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എത്രയാണെന്ന് എഴുതാം? 2. ആ രീതിയിലൊക്കെ എഴുതാം. പക്ഷെ അത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ നമുക്ക് ഉത്തരത്തിൽ തന്നിരിക്കുന്ന സംഖ്യ ഒരു സിംപ്ലിഫൈഡ് നമ്പർ അല്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ വെട്ടുന്നില്ല. 6ഉം 4ഉം കൂടെ ഗുണിക്കുക. 6 × 4 24 അല്ലെ. അതുപോലെ 3 × 5 എത്രയാ? 15. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന x/z കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? 24:15 എന്ന് എഴുതിയാൽ മതി. ഇവിടെ കിട്ടിയോ? 24:15 സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ x/y-ഉം y/z തന്നിട്ട് x/z എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടത്തെ ആദ്യത്തെ നമ്പറും ഇവിടത്തെ ആദ്യത്തെ നമ്പറും 6ഉം 4ഉം കൂടെ ഗുണിക്കുക 24. ഇവിടുത്തെ രണ്ടാമത്തെ നമ്പറും ഇവിടുത്തെ രണ്ടാമത്തെ നമ്പറും കൂടെ ഗുണിക്കുക 3ഉം 5ഉം 15. അപ്പൊ ആൻസർ 24:15. 24:15 ഇത്രയേ ഉള്ളൂ കാര്യം. പിടികിട്ടിയോ? അല്ലാതെ നമ്മൾ x/y/z മുഴുവൻ എഴുതി തീർന്നിട്ട് ഉത്തരത്തിലേക്ക് പോകണമെന്നില്ല. അങ്ങനെ ചെയ്താലും ശരിയല്ലേ? ആണ്. അതെങ്ങനെ ചെയ്താൽ മതി? x, y, z അല്ലെ. തന്നിരിക്കുന്ന വാല്യൂസ് ആരൊക്കെയാ? 4, 3 പിന്നെ 6, 5. ഈ 3 തന്നെ ഒരു തവണയും കൂടി നമ്മൾ ഇവിടെ എഴുതുക. ഈ 6നെ തന്നെ ഒരു തവണയും കൂടെ ഇവിടെ എഴുതുക. എന്നിട്ട് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് x/y/z കിട്ടുന്നത്. അതായത് 6, 4, 24 അല്ലെ. 3, 6, 18 അതുപോലെ 3, 5, 15. ഇതിൽ നമുക്ക് ഏതൊക്കെ മതി? എക്സും ഇസഡും മാത്രം മതി. അപ്പൊ എക്സിന്റെ വില 24, ഇസഡിന്റെ വാല്യൂ 15 അല്ലെ. അപ്പൊ 24:15. ഇത് ശരിക്കും നമുക്ക് തരേണ്ടത് എന്തായിരുന്നു? 8:5 എന്ന് വേണം തരേണ്ടിയിരുന്നത് അല്ലെ. നമ്മളെല്ലാവരും സിംപ്ലിഫൈഡ് ഫോം ആണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്, ഓപ്ഷനകത്ത് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ നമ്മുടെ എവിടെ സിലബസിൽ ഈ ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചോദ്യം വന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡലാണിത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇപ്പോൾ വാച്ചിൽ 12 മണി. അതേ ക്ലോക്കില് 12:15 ആകുന്നതിന് ഇനി എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. നിലവിൽ 12 മണിയാണ്, നമുക്ക് 12:15 ആകണം. ഇനി എത്ര സെക്കൻഡ് വേണമെന്ന്. എടാ 12 മണിയിൽ നിന്ന് 12:15 പോകണമെങ്കിൽ എത്ര സമയം മാറണം? 15 മിനിറ്റ് മാറണം. എത്ര സമയം മാറണം? 15 മിനിറ്റ്. എടാ ഈ 15 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ് എന്നല്ലേ ചോദ്യം. 12 മണി 12:15 പോയപ്പോ 15 മിനിറ്റ് മാറി. ഈ 15 മിനിറ്റ് എത്ര സെക്കൻഡ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 15 × 60 എന്ന് എഴുതുക കേട്ടോ. 15 × 60. കാരണം ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് ആയപ്പോഴോ 15 × 60 900 സെക്കൻഡ് എന്നാണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഇവിടുത്തെ ആൻസർ എത്രയാ? 900 സെക്കൻഡ് അല്ലെങ്കിൽ 900 സെക്കൻഡ്സ്. അത്രേ ഉള്ളൂ, സിമ്പിളാ. അതായത് 12 മണി ആയിരുന്ന സമയം 12:15 മാറുമ്പോൾ എത്ര സമയം മാറി? 15 മിനിറ്റ് മാറി. 15 മിനിറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡിലേക്ക് വരുമ്പം എത്രയാ? അത് 900 സെക്കൻഡ് ആണ്. മറക്കരുത്. അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ഓക്കെ, 4 വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എന്ത്? ഇത്തരം ചോദ്യങ്ങൾ പ്രായമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ എക്സും വൈയും ഒക്കെ ഇട്ട് വെറുതെ സമയം കളയരുത്. പകരം നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പൊ അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ഓപ്ഷൻ നോക്കൂ. അബുവിന്റെ പ്രായം 28 ആണെന്ന് ഇരിക്കട്ടെ അല്ലെ. അപ്പൊ മകന്റെ പ്രായം എന്തായിരിക്കും? 7 വയസ്സായിരിക്കും. ഓക്കെ ആണല്ലോ, പിടികിട്ടിയല്ലോ. അപ്പൊ അബുവിന്റെ പ്രായം ഇപ്പൊ 28 ആണെങ്കിൽ മകന്റെ പ്രായം 7, എന്നാലല്ലേ 4 മടങ്ങാകുള്ളൂ. 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അബുവിന് എത്ര പ്രായമുണ്ട്? 24 വയസ്സുണ്ട്. മകൻ എത്ര പ്രായമുണ്ട്? 3 വയസ്സുണ്ട്. അപ്പൊ 24, 3. അപ്പൊ ഇത് 4 വർഷം മുമ്പ് 7 മടങ്ങാണ് എന്നാണ് പറയുന്നത്. 3ന്റെ 7 മടങ്ങാണോ 24? അല്ലല്ലോ, അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാ. അപ്പൊ ഏതല്ല? അബുവിന്റെ പ്രായം 28 അല്ല. ഓക്കെ, അടുത്ത ഓപ്ഷൻ എടുക്കാം. 32. അബുവിന്റെ പ്രായം 32. പ്രശ്നമുണ്ടോ? അപ്പൊ മകന്റെ പ്രായം എത്രയാ? 32/4 8. ഓക്കെ, 4 വർഷം മുമ്പ് അബുവിന് എത്ര വയസ്സുണ്ടാവും? 28 വയസ്സ്. മകൻ എത്ര വയസ്സാ? 8 എന്ന് 4 കുറയ്ക്കുക. എത്ര? 4. ഓക്കെ, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഈ മകന്റെ പ്രായമായ 4ന്റെ 7 മടങ്ങാണോ അബുവിന്റെ പ്രായമായ 28? ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ 32. അപ്പൊ അബുവിന് ഇപ്പൊ എത്ര വയസ്സ് എന്ന് ചോദിച്ചാൽ 32 കേട്ടോ.
എങ്ങനെയാണ് 32 അല്ലെ. ഇത് നിങ്ങൾക്ക് എക്സ് ഇട്ടാണ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. അബുവിന്റെ പ്രായവും മകന്റെ പ്രായവും അല്ലെ. അപ്പൊ അബുവിന്റെ പ്രായം എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ മകന്റെ പ്രായം നമുക്കൊരു ചെറിയ പ്രശ്നം വരും. x/4 എന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് മകന്റെ പ്രായത്തെ നമ്മൾ എക്സ് എന്നും അബുവിന്റെ പ്രായത്തെ നമ്മൾ എന്തെടുക്കും 4x എന്നും എടുക്കും. ഓക്കെ, മകന്റെ പ്രായം എക്സ്, അബുവിന്റെ പ്രായം 4x. പിന്നെ അത് തന്നെ 4 വർഷം മുമ്പ്. അപ്പൊ മകന്റെ പ്രായം എത്രയായിരിക്കും? x-4 ആയിരിക്കും. അബുവിന്റെ പ്രായോ 4x-4 ആയിരിക്കും അല്ലെ. അപ്പൊ 4 കൊല്ലം മുമ്പ് ഇത് എത്ര മടങ്ങായിരുന്നു? 7 മടങ്ങായിരുന്നു. അപ്പൊ മകന്റെ പ്രായത്തെ 7 കൊണ്ട് ഗുണിച്ചാൽ അബുവിന്റെ പ്രായം കിട്ടും. മകന്റെ പ്രായത്തെ അല്ലെ എത്ര കൊല്ലം മുമ്പ്? 4 കൊല്ലം മുമ്പ്. അപ്പൊ 7 കൊണ്ട് ഗുണിക്കട്ടെ. 7 × x 7x അല്ലെ. അതുപോലെ 7 × 4 7 4 എത്രയാ? 28 ഈക്വൽ ടു 4x - 4 എന്നാണ്. ആണല്ലോ. ഇവിടെ ഒരു 7x ഉണ്ട്, ഇവിടെ ഒരു 4x ഉണ്ട്. അപ്പൊ 7x ഉം 4x ഉം തമ്മിൽ കുറയ്ക്കുക. എത്ര എന്ന് എഴുതുക? 3x എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ, 3x. ഇവിടെ ഒരു 28 ഉണ്ട്, മൈനസ് ആണ്. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു -4 ഉണ്ട്. 28 നേരെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് 28 - 4 എന്ന് എഴുതാം. 28-ൽ നിന്ന് 4 പോയാൽ നമുക്ക് കിട്ടുന്ന 24 എന്നല്ലേ. അപ്പൊ 3x എന്ന് പറയുന്നത് 4 ആണ്. 3x എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ x എത്രയാണെന്ന് വെച്ചാലോ 24/3 എത്ര കിട്ടും? 8. അപ്പൊ മകന് എത്ര വയസ്സ് എന്ന് വെച്ചാൽ 8. മകന് x ആണ്, മകന്റെ പ്രായം 8. അപ്പൊ അച്ഛന്റെ പ്രായം അല്ലെങ്കിൽ അബുവിന്റെ പ്രായം എത്ര എന്ന് വെച്ചാൽ 4x അല്ലേ. 4x എന്ന് വെച്ചാൽ 4 × 8 അല്ലേ. 4 8 32. ഇങ്ങനെയും ചെയ്യാം. ഇത് പക്ഷെ ഹെവി സമയം എടുത്തില്ലേ. ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ഇത്രയും സമയം എടുക്കൂല. അബുവിന്റെ പ്രായം 28 എടുക്കുക, അവിടെ നിന്ന് മകന്റെ പ്രായത്തിലേക്ക് വരിക, 2-ൽ നിന്ന് 4 കുറച്ച് നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ 7 മടങ്ങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെ. 32 എടുക്കുമ്പോൾ കറക്റ്റായി കിട്ടി. സോ നമ്മൾ ഉറപ്പിച്ചു ആൻസർ 32. അടുത്തൊരു ഇമേജ് ആണ്. ഇമേജ് കാണുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഭൂരിഭാഗം പേരും ഇത് ഇവിടെ ഇട്ടിട്ട് ഓടല്ലേ. ഇതാ നോക്ക്, ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലടാ. തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കിയേ. 3 4 8 അതിന്റെ നടുവിൽ വന്നിരിക്കുന്നു 96. കണക്ഷൻ നോക്ക്. 3 × 4 എത്രയാ? 3 4 12. 12 × 8 96. അത്രേ ഉള്ളൂ. അടുത്ത് നോക്ക്. 4 6 1 ഗുണിച്ചു നോക്ക്. 6 1 6 തന്നെയാണ്. 6 × 4 24. കറക്റ്റ് വന്നു. ആ ചുറ്റുമുള്ള സംഖ്യകളെ ഗുണിച്ചെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടണം? നടുവിലത്തെ സംഖ്യ കിട്ടണം. ആ കണക്ഷൻ അനുസരിച്ച് അടുത്ത് വന്നിരിക്കുന്ന സംഖ്യകൾ ആരൊക്കെ എന്നുണ്ടോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. അവിടുത്തെ നമ്പർ ആരെന്ന് നമുക്ക് അറിയില്ല. ഇത് നിങ്ങൾ നോക്കിയേ. 8 9. അവിടെയുള്ള 2 സംഖ്യകൾ 8 9 ആണ്. ഇവരെ ഗുണിച്ചപ്പോൾ തന്നെ 72 കിട്ടിക്കഴിഞ്ഞു. 72 ആണ് മിഡിലുള്ള വാല്യൂ. അത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് ചെയ്തപ്പോ തന്നെ? ഇവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ ഒരു നമ്പറിന് സാധ്യതയുണ്ടോ? ഉണ്ട്. അതേതാ നമ്പർ? ക്വസ്റ്റ്യൻ മാർക്കിന് പകരം 1 കൊടുത്താൽ മതി. അപ്പൊ വിലയിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം അവിടെ 1 കൊടുത്താൽ മതി. 1 × 8 × 9 എത്ര കിട്ടുന്നുണ്ട്? 72. സോ അവിടുത്തെ നമ്പർ ഏതേ വരുള്ളൂ? 1 തന്നെ വരുള്ളൂ കേട്ടോ. തെറ്റരുത് കേട്ടോ. നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം 7 6 5 4 3 2 5 അല്ലെ. എത്ര അക്കങ്ങളുണ്ട്? 7 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണ്. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര? അല്ലെ. ഇതിനകത്ത് വേറെ ഒരു അഭ്യാസവും ഇല്ല. നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഹരിച്ചു നോക്കിയാലേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ നമ്പർ നമ്മൾ എഴുതുകയാണ് 7 6 5 4 3 2 5 അല്ലെ. ഈ സംഖ്യയെ നമ്മൾ ഏതുകൊണ്ട് ഹരിക്കാൻ പോവാ? 11 കൊണ്ട് ഹരിക്കാൻ പോവാ. ആദ്യം നമുക്ക് 76-ൽ നോക്കാം. 76-ൽ എത്ര 11 ഉണ്ട്? 6. 6 11 66. ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരു 10 ഉണ്ട്. ഒരു 5ഉം കൂടെ ഉണ്ട്, ചേർത്ത് എഴുതിക്കോ. 105. 105-ൽ എത്ര 11 ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 99 എന്ന് കിട്ടും. ബാക്കി എത്ര വരുന്നുണ്ട്? ഒരു 6 വരുന്നുണ്ട്. അടുത്ത നമ്പർ 4 നമ്മൾ താഴേക്ക് എഴുതി. 64-ലോ 11 ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ എത്രയാ? നമുക്ക് 55 എന്ന് എഴുതാം. ബാക്കി എത്ര? 64-ൽ നിന്ന് 55 പോയാൽ ബാക്കി കിട്ടുന്ന 9 ആണ് അല്ലെ. അപ്പൊ അടുത്ത നമ്പർ ഏതാ? 3 ആണ് അല്ലെ. അപ്പൊ 93 എന്ന് എഴുതാം. 93-ല് എത്ര 11 ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 × 11 88. ശരിയല്ലേ? ആണ്. അപ്പൊ ഈ 88-നെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്ന ഒരു 5 ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഡിജിറ്റ് ഏതാ? 2 ആണ്. 2 താഴേക്ക് ഇറക്കി. ഈ 52-ൽ എത്ര 11 ഉണ്ട് എന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 4 × 11 44 എന്ന് കിട്ടും. ഇനി ബാക്കി ആരാ ഉള്ളത്? ഈ 52-ൽ നിന്ന് 44 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ആണ് വരുന്നത്. അവസാനം വരുന്ന ഡിജിറ്റ് 5 ആണ്. 85-ൽ ഈ പറയുന്ന 11 ഉണ്ടോ? എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലെ. 7 11 77. കണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഹരിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ 85-ൽ നിന്ന് 77 കുറച്ചാൽ മിച്ചം വരുന്നതാണ് അവസാനം
അല്ലെ? ഇനി അതിലൊന്നും ചേർക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിമൈൻഡർ വാല്യൂ അഥവാ ശിഷ്ട സംഖ്യ എന്ന് പറയുന്നത് 8ആണ്. അതായത് ഈ പറയുന്നിരിക്കുന്ന 7 അക്ക സംഖ്യയെ നമ്മൾ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടമായി കിട്ടുന്ന നമ്പർ 8, 8, 8. ഉറപ്പിച്ചോ? ഓക്കെ ആണേ. അടുത്തൊരു ചോദ്യം, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? എടാ, സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ എന്താ? 3 വശങ്ങളും തുല്യമായ ത്രികോണങ്ങളാണ് അല്ലെ? സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ 3 വശങ്ങളും, ഇതിൽ ഓരോ വശവും നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ 3a അല്ലേ? അപ്പൊ 3a എത്രയാ? 12.9 ആണ്. ഇവിടെ നിന്ന് ഒരു വശത്തിന്റെ നീളം കണക്കാക്കുക. ഒരു വശം എന്ന് വെച്ചാൽ a അല്ലേ? അപ്പൊ a എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ 12.9നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 12.9നെ 3 കൊണ്ട് ഹരിക്കുക. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4. 9നെ പോയിന്റ് അതുപോലെ ഇടുക. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 4.3 എന്നാണ്. 4.3. ഓക്കെ, ചുറ്റളവ് 12.9 ആണ്. ഇതിനെന്ത് ചെയ്യുക? 3 വശങ്ങളുടെയും കൂടെ നീളമാണ്. ഒരു വശത്തിലേക്ക് കൊണ്ടുപോകാൻ 3 കൊണ്ട് അങ്ങ് ഹരിച്ചെടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ടയില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം കണ്ടിട്ട് സമഭുജ ത്രികോണം എന്നുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇട്ടിട്ടോടും. ചുറ്റളവ് എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും കൂടെ കൂട്ടുമ്പോഴാണ്. അപ്പൊ 3 വശങ്ങളുടെയും തുക നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു വശം കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഹരിച്ചെഴുതിയാൽ മതി. വേറെ ഒന്നും നോക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 എന്ന് കിട്ടുന്നു എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതെന്നാണ്. അപ്പൊ സംഖ്യ നമുക്കറിയില്ല. സംഖ്യ x ആണെന്ന് ഇരിക്കട്ടെ. ഈ എക്സിൽ നിന്ന് ആദ്യം നമ്മൾ 3/8നെ കുറച്ചു. ഓക്കെ, അത് കുറച്ച് കിട്ടിയ ഈ മൂല്യത്തെ പിന്നെയും നമ്മൾ 1/8 കൊണ്ട് കുറയ്ക്കുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഉത്തരം 5/12 എന്നാണ്. കഥ ഓക്കെ ആണല്ലോ. എക്സിൽ നിന്ന് 3/8 കുറച്ചു, 1/8 കുറച്ചു. ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 5/12 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എത്ര? സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5/12 അവിടെ തന്നെ കിടക്കട്ടെ. ഇവിടെ ഒരു 3/8ഉം 1/8ഉം കുറച്ചില്ലേ? ആണ്. ഇവർ രണ്ടുപേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇവരെ കൂട്ടിക്കൂടെ? 3/8ഉം 1/8ഉം നമ്മൾ കൂട്ടാം അല്ലെ? ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3/8നെയും 1/8നെയും നമ്മൾ കൂട്ടാം. 3/8ഉം 1/8ഉം കൂടെ കൂട്ടിയാൽ 4/8 എന്ന് കിട്ടൂലേ? കിട്ടും അല്ലെ? അപ്പൊ ഈ 4/8 എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നമ്പറാ. 4/8 എന്ന് വെച്ചാൽ ആരാ? 1/2 ആ. പകുതി അല്ലേ? 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അരാന്ന് കിട്ടും. അപ്പൊ ഈ അര മാത്രം നമ്മൾ ഇവിടെ കൂട്ടിയാൽ മതി. തെറ്റിപ്പോലെ മക്കളെ. അതായത് 3/8നെ അപ്പുറത്തോണ്ട് പോയി കൂട്ടണം, 1/8നെ അപ്പുറത്തോണ്ട് പോയി കൂട്ടണം. പകരം ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ അങ്ങ് കൂട്ടി. 3/8ഉം 1/8ഉം കൂടെ കൂട്ടിയപ്പോൾ 1/2 അല്ലെങ്കിൽ 2/1 കിട്ടി. ഈ 2/1 നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യുന്നു. അപ്പൊ 5/12നോട് 2/1 ആഡ് ചെയ്യാണ് അല്ലെ? ഇതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ 5/12 ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ 2/1 എന്ന് പറയുന്ന സംഖ്യയല്ലേ, അതിന്റെ ഛേദം 12 ആക്കാലോ അല്ലെ? ഈ 2നെ നമുക്ക് എന്താക്കാം? 12 ആക്കാം അല്ലെ? എന്തിനാ? തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ 2നെ 12 ആക്കിയെന്ന് വെച്ചാൽ എന്ത് ചെയ്താ? 6 കൊണ്ട് ഗുണിച്ചതാ. അതേ 6 മുകളിൽ ഗുണിച്ചോളൂ. അപ്പൊ മുകളിൽ എന്ത് കിട്ടും? 6. ഓക്കെ, അപ്പൊ 5ഉം 6ഉം കൂടെ കൂട്ടുക അല്ലെ? 12 പൊതുച്ഛേദം അതുപോലെ തന്നെ എഴുതുക. 5ഉം 6ഉം കൂടെ കൂട്ടിയാൽ 11. അപ്പൊ ഉത്തരം 11/12. നമ്മുടെ ആൻസർ 11/12. ചോദ്യം കാണുമ്പോൾ ഭീകരാന്തരീക്ഷമാണ്. ഒരു അന്തരീക്ഷത്തിന്റെയും സാധ്യതയില്ല. ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ. ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ചിട്ട് 1/8 കുറച്ചപ്പോ എന്ത് കിട്ടി? 5/12 കിട്ടി. സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 5/12നെ അതുപോലെ അങ്ങ് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ കുറച്ചു എന്ന് പറയപ്പെടുന്ന സംഖ്യയില്ലേ, ഇവർ രണ്ടുപേരും കൂട്ടി എഴുതുക. അപ്പൊ 5/12നോട് ആരെയൊക്കെ കൂട്ടി എഴുതുക? 3/8നെയും കൂട്ടി എഴുതുക, 1/8നെയും കൂട്ടി എഴുതുക അല്ലെ? പകരം നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് അങ്ങ് കൂട്ടി. 3/8ഉം 1/8ഉം കൂടെ കൂട്ടിയാൽ 4/8 ആണല്ലോ അല്ലെ? 3/8ഉം 1/8ഉം കൂടെ കൂട്ടിയാൽ 4/8. അപ്പൊ ഈ 4/8 അങ്ങ് കൂട്ടിയാൽ പോരെ? അപ്പൊ അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ നമ്മുടെ 5/12 അവിടെ തന്നെ കിടന്നോട്ടെ. അതിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4/8നെ കൂട്ടുന്നത്. അപ്പൊ 4/8 എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എന്തെന്ന് എഴുതിയാൽ മതി? 1/2 എന്ന് എഴുതിയാൽ മതി അല്ലെ? ഈ 1/2 നമുക്ക് 5/12നോട് കൂട്ടുന്നതിന് പകരം നമ്മൾ ഇവിടെയും കൂടെ അങ്ങ് 12 ആക്കി. 2നെ 12 ആക്കി. എന്തുകൊണ്ട് ഗുണിച്ചു? 6. അപ്പൊ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് തന്നെ ഗുണിക്കുക. അത്ര ഉള്ള കാര്യം. അപ്പൊ 6/12 ആയി. ശരിയല്ലേ? അപ്പൊ 5ഉം 6ഉം കൂടെ കൂട്ടുക, 11/12. അപ്പൊ നമ്മുടെ ഉത്തരം 11/12. അത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ശ്രദ്ധിക്കണേ, നല്ല ചോദ്യം. അടുത്തത് ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75. ഓക്കെ, 1.25 നിന്ന് 0.25 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1.25 നിന്ന് 4 കുറച്ചാൽ 1 ആണ്. താഴേക്ക് വരുമ്പം 1.25നോട് 0.75 കൂട്ടുക എന്ന് വെച്ചാൽ 1.25നോട് 3/4 കൂട്ടുക. 1.25നോട് 3/4 കൂട്ടിയാൽ എത്ര കിട്ടും? 2. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ 1/2 ആ. പക്ഷെ ഓപ്ഷനകത്ത് 1/2 ഇല്ല അല്ലെ? പക്ഷെ 1/2 അല്ലെങ്കിൽ അരയ്ക്ക് തുല്യമായ മൂല്യം ഓപ്ഷനിലുണ്ട്. അതാരടാ? 0.5. ഇത്രയും സിമ്പിൾ ആണ് ചോദ്യം കേട്ടോ. അതായത് 1.25 നിന്ന് 4 കുറച്ചാൽ 1, 1.25നോട് 3/4 കൂട്ടിയാൽ 2. അപ്പൊ 1/2 എന്ന് എഴുതുക. 2-1 അല്ലെ? ഈ 2-1 എന്ന് വെച്ചാൽ അരയാണ്. അര എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 0.5 എന്ന് എഴുതാം. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. 0.5 കേട്ടോ. അടുത്തൊരു ചോദ്യത്തിലേക്ക്. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 അല്ലെ? നടുവിലത്തെ സംഖ്യ ഏത്? നമുക്കറിയാം തുടർച്ചയായ സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് അവരുടെ ശരാശരി ആയിരിക്കും അല്ലെ? മിഡിൽ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ശരാശരി ആയിരിക്കും, ആവറേജ് അല്ലെ? ഈ മിഡിൽ നമ്പർ നമ്മൾ എങ്ങനെ കണ്ടെത്തണം എന്ന് വെച്ചാൽ 510നെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 5 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. 510നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം എന്താന്ന് പറയാവോ? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും അല്ലെ? പിന്നെ 1നെ ഡിവൈഡ് ചെയ്താൽ 0 കിട്ടത്തുള്ളൂ. 10നെ ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ 102 എന്ന് നമുക്ക് കിട്ടണം അല്ലെ? 510നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടണം? 102 കിട്ടണം. ഓപ്ഷൻ 102 ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിഡിൽ നമ്പർ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. സോ ഇതിന് ഉത്തരമില്ല. ഈ ചോദ്യത്തിനാണ് ഉത്തരം ഇല്ലാതിരുന്നത് കേട്ടോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 102. 102 വന്നിട്ടില്ല. ആക്ച്വലി ഇവിടെ കവി ഉദ്ദേശിച്ചത് എന്താ അറിയോ? ഇവിടെ 525 കൊടുത്തിട്ട് അതിനെ 5 കൊണ്ട് ഹരിച്ച് 105ൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അത് പാളിപ്പോയി. അല്ലെങ്കിൽ അവിടെ 105ന് പകരം 102 ഇടാനായിട്ട് ശ്രമിച്ചതായിരുന്നു. അതും പാളിപ്പോയി. അതാ സംഭവിച്ചത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കത് കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടി? ഉത്തരമില്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പറയാണ് 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. അവയുടെ വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ അല്ലെ? അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്താണെന്ന് അറിയാവോ? ചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്താണെന്ന് അറിയാവോ? അത് നീളം ഗുണം വീതിയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? അപ്പൊ ഇവിടുത്തെ നീളങ്ങളുണ്ട് അല്ലെ? 2 ചതുരങ്ങളുടെ നീളങ്ങൾ നമുക്കറിയാം 12ഉം 10ഉം, വീതി 6ഉം 8ഉം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ ആദ്യത്തെ ചതുരം അല്ലെ 12 നീളം, അതിന്റെ വീതി എത്രന്ന് വെച്ചാൽ 6. അപ്പൊ 12 × 6 എന്നാണ് കിട്ടുന്നത്. 12 × 6 എത്രയാ? 12 × 6 72. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചതുരത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ നീളം 10 ആണ്, അതിന്റെ വീതിയോ 8 ആണ്. അപ്പൊ 8 × 10 80 ഉണ്ടോ? ഇതാണ് ഇവരുടെ പരപ്പളവുകൾ. ഈ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദ്യം. അതെങ്ങനെയാ? 72:80. 72:80. ഈ 72ലും 8 ഉണ്ട്, 80ലും 8 ഉണ്ട്. 72ൽ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. 80ൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. സോ നമ്മുടെ ആൻസർ 9:10 കേട്ടോ. തെറ്റിപ്പോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ. ആദ്യത്തെ വാല്യൂസ് ആദ്യത്തേന് കൊടുക്കുക, രണ്ടാമത്തെ വാല്യൂസ് രണ്ടാമത്തേന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 12:6 അല്ലെ? 12 × 6 എന്നെഴുതാം. ശരിയല്ലേ? ഇതിന്റെയാണ് അംശബന്ധം കണ്ടുപിടിക്കേണ്ട. ആരുടെ? 10ഉം 8ഉം. അപ്പൊ 10:8 എന്നെഴുതുക. ഇത് നമുക്ക് എഴുതാവുന്ന കാര്യമാണല്ലോ. നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഇട്ട് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. ഒരേ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ? ഇവിടെ 4 ഉണ്ട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 കിട്ടും. ഇവിടെ ആ 2 അങ്ങ് കട്ട് ചെയ്ത് കളയാം, കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്നത് 3 × 3 എന്നാണ് അല്ലേടാ? 3 × 3 എത്രയാ? 9 ആണ്. ഇവിടെ വരുന്ന എത്രയാ? 10 ആണ്. അതുകൊണ്ട് തന്നെ അംശബന്ധം 9:10 എന്ന് നമുക്ക് പറയാം. 9:10. പിടിയോ? ഇങ്ങനെ ചെയ്താലും ശരിയാണ് കേട്ടോ. ഇനി പറയാണ് വർഗമൂലം കണ്ടെത്തുക. സ്ക്വയർ റൂട്ട് കണ്ടെത്താനാണ്. എന്താണ്? 2 × 5 × 7 × 4 × 2 × 5 × 7 അല്ലെ? ഈ തന്നിട്ടുള്ള വാല്യൂവിന്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം നമുക്ക് എങ്ങനെ കാണാം? സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാ വർഗമൂലം കാണുക? അപ്പൊ 4ന്റെ വർഗമൂലം എത്രന്ന് വെച്ചാൽ 2 അല്ലെ? അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ 4നുള്ളിൽ 2 ഉള്ളത് കൊണ്ടാണ്. ഇതിൽ ഒരു 2 പുറത്തെടുത്താലാണ് എന്ത് കിട്ടുന്നത്? 2 അല്ലെ?
അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന മൂല്യത്തിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ രണ്ടെണ്ണം വീതം പുറത്തെടുക്കാം. ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ, ഇവിടെ 2 ഉണ്ട്, ഒരു 2നെ പുറത്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, 2 5 ഉണ്ട്, ഒരെണ്ണം പുറത്തെടുക്കാം. ഓക്കെ, അടുത്തത് 7 7, ഒരെണ്ണം പുറത്തെടുക്കാം. ഓക്കെ, അടുത്തത് 4 4ന്റെ റൂട്ട് എന്ന് വെച്ചാൽ എത്രയാ? 2. ഇവരെ ഗുണിച്ചെഴുതാം അല്ലെ. ഇപ്പൊ 2 × 5 × 7 × 2, 2 × 5 × 7 × 2. അപ്പൊ എങ്ങനെ എഴുതാം? 2 × 5 10, 10 × 7 70, 70 × 2 140, 140. കണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ 140 ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം, 140. തെറ്റായോ? ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ. അല്ലാതെ ഈ സംഖ്യകളെ മുഴുവൻ ഗുണിച്ചെഴുതിയിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ നിൽക്കരുത്, നടക്കൂല. ഇതിനകത്ത് നിന്ന് തന്നെ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് എടുത്തെഴുതുക. 2 എണ്ണം വീതം ഉള്ളത് ഒരെണ്ണത്തെ പുറത്തെടുക്കുക, അവരെ ഗുണിച്ചെഴുതിയാൽ ഉത്തരമായി. കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യം, 1500 രൂപ പരസ്യയിലുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം കിട്ടുന്നു എങ്കിൽ ആ സാരിയുടെ യഥാർത്ഥ വില അഥവാ കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്തുവില് എന്ത് ചെയ്യുന്നുണ്ട്? പരസ്യ വിലയിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അല്ലെ? ആണ്. അപ്പൊ പരസ്യ വിലയിൽ 8% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, പരസ്യ വിലയുടെ എത്ര ശതമാനം? 8% കുറഞ്ഞു. 8% കുറയുക എന്ന് വെച്ചാൽ എത്ര ശതമാനത്തിൽ എത്തിയെന്ന? 92% എത്തിയെന്ന അല്ലെ. അപ്പൊ പരസ്യ വിലയുടെ 92% എന്നത് എന്തിന്? യഥാർത്ഥ വിലയുടെ അല്ലെ, ഈ സാരിയുടെ യഥാർത്ഥ വിലയുടെ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ എന്തിനു തുല്യാണ്? 20% ലാഭം കൂടി ചേർന്ന വിലയ്ക്ക് തുല്യാണ് അല്ലെ. അപ്പൊ ലാഭം ചേരുക എന്ന് വെച്ചാൽ 100 + 20 അല്ലേ? 120 അല്ലേ? അപ്പൊ അതങ്ങനെ എഴുതാം, 120%. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സിലാക്കുക, മാർക്കഡ് പ്രൈസിന്റെ അല്ലെങ്കിൽ പരസ്യ വിലയുടെ 92% എന്ന് പറയുന്നത് അതിന്റെ വാങ്ങിയ വിലയുടെ അഥവാ കോസ്റ്റ് പ്രൈസിന്റെ 120%-ന് തുല്യമാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഏതറിയാം നമുക്ക്? മാർക്കഡ് പ്രൈസ് അറിയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. മാർക്കഡ് പ്രൈസ് എത്രയാ? 1500. 1500ന്റെ 92% എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 120%-ന് തുല്യമാണ്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ വില കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ 1500 × 92-നെ 1500 × 92-നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. 1500-ഉം ഈ പറയുന്ന 92. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ, ഇപ്പൊ 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 92ന്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാ? 46 അല്ലേ? ആണ്. അപ്പൊ ഈ 12ന്റെ പകുതി എത്രയാ? 6 അല്ലേ? ആണ്. ഈ 6ഉം ഈ 150ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 25 അല്ലേ? അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം കുടിക്കുക കേട്ടോ. ഓക്കെ, ഇഷ്ടമുള്ള പോലെ സിംപ്ലിഫൈ ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു രീതിയിൽ ചെയ്തു എന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം 46 × 25 ആണ്. ഒരു നമ്പറിനെ 25 കൊണ്ട് ഗുണിക്കുക. 46നെ 25 കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ അതിന്റെ പകുതിയുടെ പകുതി എടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക എന്നാണ്. 46ന്റെ പകുതി എത്രയാ? 23. അതിന്റെ പകുതി എത്രയാ? 11.5. 11.5 അല്ലെങ്കിൽ 11.5-ൽ 2 0 ഇട്ട് കൊടുത്താൽ മതിയടാ. 11.5-ൽ 2 0 ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് 1150 എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് അഥവാ യഥാർത്ഥ മൂല്യം 1150 ആണ്. 1150 കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. മാർക്കഡ് പ്രൈസിന്റെ 92% എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 120-ന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കഡ് പ്രൈസിന്റെ എത്രയെ? 92%-ത്തെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസിന്റെ അല്ലെ, കോസ്റ്റ് പ്രൈസ് കണ്ടെത്താനാണ്. കോസ്റ്റ് പ്രൈസിന്റെ ലാഭവും കൂടെ ചേർന്നിട്ടുള്ള മൂല്യമായ 120 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ ഇവിടുത്തെ മാർക്കഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യ വില എന്ന് പറയുന്ന 1500 ആണ്. 1500നെ 92 കൊണ്ട് ഗുണിക്കുക. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരാണ് 1150. 1150 ആണ് എന്ത്? ഈ ഒരു സാരിയുടെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്. തെറ്റിപ്പോവോ? ഇല്ലല്ലോ. സെറ്റല്ലേ? യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യം, സംഖ്യകൾക്ക് ചിഹ്നം കൂടി തന്നുകൊണ്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ബോർഡ് മാസ്റ്റർ റൂൾ ചോദ്യമാണ് അല്ലെ. +8 × +12 ഡിവൈഡഡ് ബൈ +4 × -6. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ചിഹ്നങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്.
ഈ തന്നിരിക്കുന്ന മൈനസും പ്ലസും അതാത് സംഖ്യകൾക്ക് തന്നെ അങ്ങ് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ടെൻഷൻ ഇല്ല. ഇനി നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുക. ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പൊ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ആ കിട്ടിയ മൂല്യത്തെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പം 3 × 8 3 8 എത്രയാ? 24. അപ്പൊ അവരെല്ലാവരും പോസിറ്റീവ് ആയിരുന്നു. ശരിയല്ലേ? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടി 3 അല്ലെ. 3നെ 8 കൊണ്ട് ഗുണിച്ചു 24. ഇനി ഇതിനെ എന്ത് ചെയ്യാ? 6 കൊണ്ട് ഗുണിക്കണം. ഏത് 6? -6. അപ്പൊ 24 × -6 അല്ലെ. 24നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാ? അത് 144 ആണ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ട് നെഗറ്റീവ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ -144. തെറ്റുവോ? കുഴപ്പമില്ലല്ലോ, ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ -144 വന്ന വഴി നോക്കുക, ചിഹ്നം കൃത്യമായിട്ട് നോക്കുക. പോസിറ്റീവ് സംഖ്യകളെ ഡിവൈഡ് ചെയ്തു ആദ്യം. അപ്പൊ 3 കിട്ടി. 3നോട് പോസിറ്റീവ് 8 ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടി? 3 8 24 കിട്ടി. 24നെ 6 കൊണ്ട് ഗുണിച്ചു 144. ഏത് ചിഹ്നം കൊടുത്തു? മൈനസ് ചിഹ്നം കൊടുത്തു. തെറ്റരുതേ. യെസ്. അടുത്തൊരു ചോദ്യം. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മളിത് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് കൊളാക്കും. എടാ നോക്ക്, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടക്കാൻ 8 സെക്കൻഡ് സമയമെടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ട്രെയിൻ ഒരാളെ കടന്നു പോവുക, ഒരു മരത്തെ കടന്നു പോവുക, ഒരു തൂണിനെ കടന്നു പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? അതിന്റെ നീളത്തെ കടന്നുപോയി എന്നാണ്. ട്രെയിനിന്റെ നീളത്തെ കടന്നുപോയി, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആ ട്രെയിൻ ഒരാളെ കടന്നു പോവാന്ന് വെച്ചാൽ 160 മീറ്റർ മാത്രമേ കടന്നിട്ടുള്ളൂ അല്ലെ. ഈ 160 മീറ്റർ കടക്കാൻ എത്ര സമയം എടുത്തു? 8 സെക്കൻഡ് സമയം എടുത്തു. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ ട്രെയിനിന്റെ വേഗത കണ്ടുപിടിക്കാനും നിങ്ങൾ നിൽക്കണമെന്നില്ല അല്ലെ. വേഗത കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഇത് എത്രയാണ്? ഡിസ്റ്റൻസ് ആണ്. ഇതെന്താണ്? ടൈം ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 160/8 എന്ന് പറയാം. 160നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ, ഇവിടെ കിടക്കട്ടെ. ഇത് 20 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ ട്രെയിനിന്റെ വേഗത. ഓക്കെ, ട്രെയിനിന്റെ വേഗത അറിയാമെങ്കിൽ ഇനി ട്രെയിൻ കടന്നു പോകാൻ പോകുന്ന ആരെയാണ്? പ്ലാറ്റ്ഫോമിനെയാണ്. പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ അവിടെ ആരൊക്കെ വേണം? ട്രെയിനിന്റെ നീളമായ 160 വേണം, പ്ലാറ്റ്ഫോമിന്റെ നീളമായ 200 വേണം. അപ്പൊ 160ഉം 200ഉം കൂടെ എത്രയാടാ? 360 ആയില്ലേ. അപ്പൊ ആകെ 360 മീറ്റർ. ഈ പറഞ്ഞ 360 മീറ്റർ കടന്നു പോകാൻ നമ്മുടെ ട്രെയിനിന് എത്ര സമയം വേണമെന്നറിയാൻ ട്രെയിനിന്റെ വേഗത ഇവിടെ ഡിവൈഡ് ചെയ്താൽ പോരെ. 360നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 36/2 ആണ് ഉത്തരം. ആൻസർ 18 സെക്കൻഡ്. എത്ര സമയം? 18 സെക്കൻഡ് സമയം കൊണ്ട് ആരെ കടന്നു പോകാം? നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കടന്ന് ആർക്ക് പോകാൻ കഴിയും? ട്രെയിനിന് പോകാൻ കഴിയും. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ചെയ്ത കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ 160 മീറ്റർ നീളമുള്ള ട്രെയിനിന് എന്ത് ചെയ്യാൻ? ഒരാളെ കടന്നു പോകാൻ 8 സെക്കൻഡ്. ഇതൊന്ന് കണക്ട് ചെയ്തേ. ഓക്കെ. എന്നാൽ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ കടന്നു പോകണമെങ്കിൽ മൊത്തം എത്ര കടക്കണമെന്ന് നോക്കിയേ? 360 കടക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 8ഉം 160ഉം തമ്മിലുള്ള ബന്ധം എന്താ അല്ലെ? അത്രേ ഉള്ളൂ. 160 8 തമ്മിലുള്ള കണക്ഷൻ എന്താണ്? 8നെ 20 കൊണ്ട് ഗുണിച്ചാൽ 160 ആവും. അതുപോലെ 160നെ 20 കൊണ്ട് ഹരിച്ചാൽ 8 ആവും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 360നെ 20 കൊണ്ട് ഇവിടുന്ന് തന്നെ അങ്ങ് ഹരിച്ചാൽ മതി അല്ലെ. 360നെ 20 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 0 കട്ട് ചെയ്ത് കളയാ. പിന്നെ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 18. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കടന്നു പോകാൻ എത്ര സമയം എടുക്കും? 18 സെക്കൻഡ് സമയം എടുക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ട്രെയിൻ എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ജസ്റ്റ് വേഗത കണ്ടുപിടിക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക. അതാണ് പലരും ചെയ്യാത്തത് കേട്ടോ. പലരും ടെൻഷൻ കാരണം അത് ചെയ്യാറേ ഇല്ല. എന്തുകൊണ്ടാ? തെറ്റിപ്പോയാലോ? അങ്ങനെ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊന്ന് സമാധാനമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 20 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് മാത്രം ഉത്തരം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ ഉത്തരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർ ഒന്ന് നോക്കി വെച്ചോ, ആവശ്യം വരും അല്ലെ. 3 ഘട്ടവും നമ്മൾ നോക്കുമ്പം അതിനകത്ത് കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ഉപയോഗപ്പെടും. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.